നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി അകമല മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി സംശയം. പ്രദേശത്തെ കൃഷിയിടത്തിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കടുവയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ വനംവകുപ്പ് പരിശോധന ആരംഭിച്ചു. വാടാനംകുറിശി ROB സർവീസ് റോഡിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇരുചക്രവാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. യാത്രക്കാർക്ക് നേരിയ ആശ്വാസം. ഇക്കഴിഞ്ഞ ജൂലൈ 10 ആരംഭിച്ച റോഡ് പ്രവൃത്തി പൂർത്തിയാകാൻ ഇനിയും സമയമെടുത്തേക്കും. ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ നേതൃപരിശീലന ക്യാമ്പ് പറളിയിൽ. ബഹുസ്വരതയെ തകർക്കുന്ന പ്രസ്താവനകൾ നാടിനാപത്തെന്ന് ജമാഅത്തെ നേതാക്കൾ. ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ പഠന ക്ലാസുകൾ. ആനപ്പിണ്ടം തലവേദനയായി. ഗുരുവായൂർ ദേവസ്വം ചെയർമാന് നഗരസഭാ ചെയർമാന്റെ കത്ത്. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ പിണ്ടം പുന്നത്തൂർ ആനക്കോട്ടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കുന്നുകൂടുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി കത്തിൽ പരാമർശം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി അകമല കുഴിയോട് വെള്ളാങ്കുണ്ട് മേഖലകളിൽ കടുവയുടെ സാന്നിധ്യം ഉള്ളതായി സംശയം. പ്രദേശവാസിയായ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. കാൽപ്പാടുകൾ കടുവയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ വനംവകുപ്പ് പരിശോധന ആരംഭിച്ചു. പുലർച്ചെ കൃഷിയിടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് കാൽപ്പാടുകൾ ആദ്യം കണ്ടത്. വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന ആരംഭിച്ചു. കാൽപ്പാടുകൾ കടുവയുടേതാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പ്രദേശവാസികൾ ജാഗ്രതയിലാണ്. നിരന്തരം കാട്ടാനയുടെയും കാട്ടുപന്നികളുടെയും ശല്യമുള്ള പ്രദേശത്ത് കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടതോടെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനകളും കാട്ടുപന്നികളും വ്യാപകമായി ഈ മേഖലയിൽ കൃഷി നശിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാടാനംകുറിശിയിൽ ബൈക്ക് യാത്രക്കാർക്ക് ആശ്വാസമായി. നിർമ്മാണം നടക്കുന്ന റെയിൽവേ മേൽപ്പാലം സർവീസ് പാതയിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച മുതൽ ബൈക്കുകളെ കടത്തിവിടാൻ തുടങ്ങി. 15 ദിവസത്തിലധികമായി ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവൃത്തികൾ നടത്തിയിരുന്നത്. ഇതേ തുടർന്ന് കൂടുതൽ യാത്രക്കാർ ദുരിതത്തിലായിരുന്നു. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാത്തതിനെതിരെ പൊതുജനത്തിന്റെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരുന്നു. 200ഓളം മീറ്റർ ദൂരമാണ് കട്ടവിരിക്കൽ നടക്കുന്നത്. പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. എന്നിരുന്നാലും ബൈക്കുകളെ കടത്തിവിടാനുള്ള തീരുമാനം ആശ്വാസത്തിലായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഷൊർണൂർ പോലീസ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ എത്തിയിരുന്നു. ബഹുസ്വരതയെ തകർക്കുന്ന പ്രസ്താവനകൾ നാടിനാപത്തെന്ന് ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് നിഷാദ് മുഹയ്യുദ്ദീൻ. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ നേതൃപരിശീലന ക്യാമ്പ് പറളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിഷാദ് മുഹയ്യുദ്ദീൻ. ബഹുസ്വരതയെ തകർക്കുന്നതും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്നതുമായ പ്രസ്താവനകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും സമുദായ നേതാക്കളും രാഷ്ട്രീയക്കാരും വിട്ടുനിൽക്കണമെന്ന് നിഷാദ് മുഹയ്യുദ്ദീൻ ആവശ്യപ്പെട്ടു. ജാഗരൂകരാവണം. അത്തരമൊരു പ്രതിജ്ഞയോടെയാണ് ഇവിടെ നിന്ന് പോവേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓരോ നേതൃത്വവും നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്നുൾപ്പെടെ മുടങ്ങാതെ, മറക്കാതെ, കുറക്കാതെ പ്രാർത്ഥിക്കുന്നവരാണ്. തിരിച്ച് നേതൃത്വത്തിന് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. ആ പ്രാർത്ഥനയാണ് നമ്മെ പരസ്പരം അടുപ്പിക്കുന്ന ഏറ്റവും വലിയ കണ്ണി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്റിമസിയുടെയും നമ്മുടെ സിൻസിയാരിറ്റിയുടെയും ഒക്കെ ഏറ്റവും വലിയ തെളിവാണ് പരസ്പരമുള്ള പ്രാർത്ഥന. ജില്ലാ സെക്രട്ടറി സലീം മുണ്ടൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അമീർ P. മുജീബ് റഹ്മാൻ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചു. പരിശീലന പരിപാടിയിൽ പ്രാദേശിക നേതൃത്വവും ഇടപെടലുകളും എന്ന വിഷയത്തിൽ മുൻ ജില്ലാ പ്രസിഡന്റ് PS അബു ഫൈസൽ, ജില്ലാ സമിതി അംഗം ഡോക്ടർ നിഷാദ് പുതുക്കോട് എന്നിവർ ക്ലാസ് എടുത്തു. ഓഫീസ് വ്യവസ്ഥ എന്ന വിഷയത്തിൽ ജില്ലാ സമിതി അംഗം സുൽഫീഖർ അലി സംസാരിച്ചു. മുണ്ടൂർ ഏരിയ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, പറളി ഏരിയ പ്രസിഡന്റ് നൌഷാദ് പറളി, അനസ് മൂലോട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിൽ നിരോധിത ഗോവൻ മദ്യം ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 23 ലിറ്റർ മദ്യമാണ് എക്സൈസും RPFും ഷാഡോ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രിൻസ് ബാബു നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസും ഷാഡോ പോലീസും RPFും ട്രെയിനിൽ സംയുക്തമായി പരിശോധന നടത്തിയത്. ഇതിനിടെയാണ് ഉപേക്ഷിച്ച നിലയിൽ നിരോധിത ഗോവൻ മദ്യം കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി സൂക്ഷിച്ച നിലയിലാണ് 29 കുപ്പികളിലായി 23 ലിറ്റർ നിരോധിത മദ്യം കണ്ടെത്തിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെത്തിയത്. പരിശോധനയുണ്ടെന്നറിഞ്ഞ പ്രതി മദ്യം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞതാവാമെന്നും
പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ വിനു, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷൺമുഖൻ, തൃത്താല ഇൻസ്പെക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സിഞ്ചു, സ്ക്വാഡ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മണികണ്ഠൻ, ഒറ്റപ്പാലം ഇൻസ്പെക്ടർ മുരുകദാസ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അനു, ഷൊർണൂർ RPF SI ബാലസുബ്രഹ്മണ്യൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷൻ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. ഇന്ന് രാവിലെ 9 മണിക്ക് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. മഡ്ഗാവ് എറണാകുളം എക്സ്പ്രസിന് മുന്നിലേക്കാണ് ഇയാൾ ചാടിയത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് തൃശൂർ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷൻ ട്രെയിനിന് മുന്നിലേക്ക് ചാടിയത്. മഡ്ഗാവ് എറണാകുളം എക്സ്പ്രസിന് മുന്നിലേക്കാണ് ഇയാൾ ചാടിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ട്രെയിനിന് മുന്നിലേക്ക് ആൾ ചാടിയതിനെ തുടർന്ന് പാലക്കാട് എറണാകുളം മെമോ പൂങ്കുന്നത്തിന് സമീപം നിർത്തിയിടേണ്ടി വന്നു. അടുത്തിറങ്ങേണ്ട യാത്രക്കാർ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയുമുണ്ടായി. 9:30യോടെയാണ് മെമോ ട്രെയിൻ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ പിണ്ടം തലവേദനയായതോടെ ദേവസ്വം ചെയർമാന് നഗരസഭാ ചെയർമാന്റെ കത്ത്. പുന്നത്തൂർ കോട്ടയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വന്നു പോകുന്ന വഴിയിൽ ആനപ്പിണ്ടം കുന്നുകൂടുന്നതാണ് നഗരസഭയ്ക്ക് തലവേദനയായത്. റോഡിൽ വീണുകിടക്കുന്ന ആനപ്പിണ്ടം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭാ ചെയർമാൻ MK കൃഷ്ണദാസ് ദേവസ്വം ചെയർമാൻ VK വിജയന് കത്ത് നൽകിയത്. ആനകൾ ഇത്തരത്തിൽ റോഡിൽ വിസർജ്യം നടത്തുന്നതുമൂലം മാലിന്യ പ്രശ്നമുണ്ടാകുന്നതിനു പുറമെ ഒട്ടേറെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും നഗരസഭാ ചെയർമാൻ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 10 മാസം മുമ്പ് ഇതേ കാരണങ്ങൾ ദേവസ്വം ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഉടൻ നടപടി കൈക്കൊള്ളുമെന്ന് ദേവസ്വം ചെയർമാൻ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഉറപ്പ് ഫലപ്രദമായി നടപ്പിലാവാത്തതിനാൽ വീണ്ടും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും കത്തിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായിൽ കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ നടന്നു. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. വളരെ വിശദമായിട്ടൊരു സംസാരം അദ്ദേഹം അധ്യക്ഷ പ്രസിഡന്റ് നടത്തി. നമ്മുടെ മുന്നിൽ ഒരു കാര്യമുണ്ട്. ഇത് കോൺഗ്രസ് പാർട്ടിയാണ്. ഞാനിവിടെ വരുന്നത് ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ്. നിങ്ങളിവിടെ ഇരിക്കുന്നത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ട്, കോൺഗ്രസിന് ആയിട്ടുള്ള വിശ്വാസം കൊണ്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകർ. ഈ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാതാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം C പ്രകാശൻ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ, തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാലൻ, മണ്ഡലം UDF ചെയർമാൻ മനോജ് കുമാർ, കോട്ടായി പഞ്ചായത്ത് അംഗങ്ങളായ NK ശശിധരൻ, അംബിക, ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി കൃഷ്ണൻ, INTUC റീജിയണൽ പ്രസിഡന്റ് CK ഉണ്ണികൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹി സുധ, രമേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുളപ്പുള്ളി മേൽമുറിയിൽ CPM മേൽമുറി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. ശാസ്ത്രാധ്യാപകൻ C ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 2022 കുളപ്പുള്ളി മേൽമുറി പ്രദേശത്ത് CPIM മേൽമുറി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് അറിവ് വിദ്യാ സഹായ് പദ്ധതി. ബ്രാഞ്ച് പരിധിയിലെ വിദ്യാർത്ഥിനികൾക്ക് പഠനോപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യുവാനും വിദ്യാഭ്യാസത്തിന് ഉതകുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും വേണ്ടിയാണ് പദ്ധതി ആരംഭിച്ചത്. അറിവ് പദ്ധതിയുടെ ഭാഗമായി 2024-25 വർഷത്തെ SSLC +2 വിജയികളായ എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഞായറാഴ്ച അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ശാസ്ത്രാധ്യാപകൻ C ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വളരെ കുഗ്രാമത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ നമുക്ക് ഇന്ന് എവിടെ പോയിട്ട് ആരെ കാണാനും സംസാരിക്കാനും ഒരു പ്രയാസമില്ല. അത് നമുക്ക് ചില വേദികൾ കിട്ടുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് ചില ഭാഗങ്ങളിൽ വന്ന് പഠന അവസരം കിട്ടിക്കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ മാറിക്കളയും. അതിന് സംശയിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കിയ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സമയമുള്ളൂ. ഞാൻ വിചാരിച്ചത് ഒരു 4 മണിക്ക് തുടങ്ങി ഒരു 5:30 SSLC +2 വിഭാഗങ്ങളായി 17 വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്.
ഇവർക്കുള്ള ഉപഹാരങ്ങൾ സി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സമ്മാനിച്ചു. ചടങ്ങിൽ അറിവ് വിദ്യാസഹായ പദ്ധതി നേതൃസമിതി അംഗം പി സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ കെ എം ലക്ഷ്മണൻ, വി കെ രവീന്ദ്രൻ, പി രഞ്ജിത്ത്, സുരേന്ദ്രൻ, കെ ടി ജോർജ്, പൊന്നു കുളപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അറിവ് വിദ്യാസഹായ പദ്ധതി കൺവീനർ കെ സുബിൻ സ്വാഗതവും ആർ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. 4 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. നിരവധി ഭക്തർ ദർശനത്തിനായി എത്തിയിരുന്നു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പ്രത്യക്ഷ ഗജപൂജ ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. തിങ്കളാഴ്ച രാവിലെ 5:30 നടന്ന 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് പ്രത്യക്ഷ ഗജപൂജയിൽ പ്രത്യക്ഷ ഗണപതിയായി ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ എന്ന ഗജവീരനെ പൂജിച്ചു. തുടർന്ന് നടന്ന ആനയൂട്ടിൽ 4 ഗജവീരന്മാർ പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചന്ദ്രമോഹൻ ആനയൂട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് വഴിപാട് നടത്തിയ ഭക്തരും ആനയൂട്ട് നിർവഹിച്ചു. ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 100 കണക്കിന് ഭക്തജനങ്ങൾ വിശേഷാൽ ചടങ്ങുകളിലും ആനയൂട്ട് ചടങ്ങിലും പങ്കാളികളായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഭഗവത് സേവ, സർവൈശ്വര്യ പൂജ, അത്താഴപൂജ എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കണയം ശ്രീ കാഞ്ഞങ്ങാട് ശിവക്ഷേത്രത്തിലും ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടികൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം ബ്രഹ്മകുമാരി മീനയുടെ ഭക്തി പ്രഭാഷണം ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിൽ നിത്യേന രാമായണ പാരായണവും വിശേഷ പൂജകളും നടക്കുന്നതിനൊപ്പം ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ ഭക്തി പ്രഭാഷണവും ലഘുഭക്ഷണ വിതരണവുമുണ്ട്. കർക്കിടക മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിലെ മീനാബഹൻ ക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷണം നടത്തി. ക്ഷേത്രം സെക്രട്ടറി കൃഷ്ണദാസ് പൂർണ്ണകുംഭം നൽകി മീനാബഹനെ ആനയിച്ചു. തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം ഭജനമണ്ഡപത്തിൽ ഭക്തി പ്രഭാഷണവും രക്ഷാബന്ധനവും നടത്തി. നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിൽ നിറച്ച് പൂമ്പാറ്റകൾ വലിയ കാരണം അവിടെ പൂക്കളുണ്ട്. അപ്പം തേൻ കുടിക്കാനുള്ള ആൾക്കാരെല്ലാം എന്തെയും അവിടെ നിൽക്കാണ്. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുഴിയിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? എല്ലാ ചപ്പകളും കുപ്പകളും മാലിന്യങ്ങളും കൊണ്ടുപോയിട്ട് പൂമ്പാറ്റയിട്ടു. അവിടെ പൂമ്പാറ്റയിട്ടു ഇല്ല. കാരണം അവിടെ എന്താ ഉള്ളത്? വേസ്റ്റാണ്. വേസ്റ്റിൻ്റെ അടുത്തേക്ക് ആരാ വരും? അവിടെ പഴുതാര വരില്ലേ? അവിടെ പഴുതാര ഉണ്ടാവും, കൊതുകുണ്ടാവും, ഈച്ച ഉണ്ടാവും, എലികളുണ്ടാവും, അല്ലേ? എല്ലാം ഇഴജന്തുക്കൾ പലതും വരും. കാരണം എന്താ? അവർക്ക് വേണ്ട സാധനം ഇവിടെ കിട്ടും. ആ കുഴിയിൽ നിന്ന്, വേസ്റ്റ് കുഴിയിൽ നിന്ന് കിട്ടും. കാരണം വേസ്റ്റ് എടുക്കാനുള്ളവർ അങ്ങോട്ട് ആകർഷിക്കപ്പെടും. തേനെടുക്കാനുള്ളവരെന്തെയും പൂന്തോട്ടത്തിലേക്ക് ആകർഷിക്കും. ഇത് നിയമമാണ്. നമ്മൾ പോയി വിളിച്ചിട്ടാണ് കൊതുക് വരുന്നത്? നമ്മൾ പോയി വിളിച്ചിട്ടാണ് എലി വരുന്നത്? അല്ല, നമ്മൾ പോയി വിളിച്ചിട്ടാണ് വണ്ട് വരുന്നത്? നമ്മൾ പോയി വിളിച്ചിട്ടാണ് ബട്ടർഫ്ലൈ വരുന്നത്? അല്ല. ഇതിനെയാണ് എന്താ പറയുക? ആകർഷണ നിയമം. അപ്പം അതേപോലെ ആത്മാവാകുന്ന ഈ രാമന്റെ അയനത്തിൽ നമ്മൾ ജീവിതയാത്രയിൽ തിരിച്ചറിയേണ്ടത് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ അടുത്തേക്ക് വന്നു ചേരുന്നത് നമ്മൾ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കഴിയില്ല, അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കഴിയില്ല. കാവുങ്ങൽ ഭവാനി കുടുംബം സ്പോൺസർ ചെയ്ത ലഘുഭക്ഷണ വിതരണവും ഭജനമണ്ഡപത്തിൽ സജ്ജമാക്കിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, സെക്രട്ടറി കൃഷ്ണദാസ്, വൈസ് പ്രസിഡന്റ് രാഘവൻ നായർ, പയ്യനഴി ഉണ്ണികൃഷ്ണൻ, ഹരിദാസ് ചാങ്കത്ത്, ട്രഷറർ രാമദാസ്, അങ്ങാടിക്കൽ ശ്രീനാരായണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ കൂരിയിൽ ഉണ്ണികൃഷ്ണൻ, അജിത് ചാങ്കത്ത്, രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി അകമല മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി സംശയം. പ്രദേശത്തെ കൃഷിയിടത്തിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കടുവയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ വനം വകുപ്പ് പരിശോധന ആരംഭിച്ചു.
വാടാനംകുറിശി ROB സർവീസ് റോഡിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇരുചക്രവാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. യാത്രക്കാർക്ക് നേരിയ ആശ്വാസം. ഇക്കഴിഞ്ഞ ജൂലൈ 10 ആരംഭിച്ച റോഡ് പ്രവൃത്തി പൂർത്തിയാകാൻ ഇനിയും സമയമെടുത്തേക്കും. ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ നേതൃപരിശീലന ക്യാമ്പ് പറളിയിൽ. ബഹുസ്വരതയെ തകർക്കുന്ന പ്രസ്താവനകൾ നാടിനാപത്തെന്ന് ജമാഅത്തെ നേതാക്കൾ. ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ പഠന ക്ലാസുകൾ. ആനപ്പിണ്ടം തലവേദനയായി. ഗുരുവായൂർ ദേവസ്വം ചെയർമാന് നഗരസഭാ ചെയർമാന്റെ കത്ത്. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ പിണ്ടം പുന്നത്തൂർ ആനക്കോട്ടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കുന്നുകൂടുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി കത്തിൽ പരാമർശം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.